ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 3 ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുറച്ച് ചേരുവകൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈസി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി, 1 ടീസ്പൂൺ റവ, 1 ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച് ഉടച്ചെടുത്തതാണ്. നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ, എന്നാലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ചെറുതായി അരിഞ്ഞ കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടയാത്ത ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ, അപ്പോഴേ നമ്മളെ സ്നാക്സ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, അതുപോലെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 15 മിനിറ്റിന് ശേഷം ഇത് ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പലകയിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ കട്ടിയില്ലാതെ ഇട്ടോ അത് പരത്തേണ്ടത്. കുറച്ചൊരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ, അപ്പോഴേ നമ്മളെ സ്നാക്സ് പൊങ്ങി വരുള്ളൂ. അതുപോലെ തന്നെ പരത്തിയെടുക്കുമ്പോൾ അധികം പൊടി ഇട്ട് കൊടുക്കരുത് കേട്ടോ. അധികം പൊടി ഇട്ട് കൊടുത്താലും നമ്മളെ സ്നാക്സ് പൊങ്ങി വരില്ല. ചപ്പാത്തി പ്രസ്സിൽ വെച്ച് പരത്തിയെടുത്താലും മതി. കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പാത്രം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പാത്രം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ സൈഡിലുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി മാറ്റാം. മുഴുവനായിട്ടും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നല്ല തിളച്ച എണ്ണയിലിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി എണ്ണ നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. ഇരുമ്പും ചട്ടിയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുറേ സമയത്തിന് നല്ല ചൂടായിരിക്കും. ഒട്ടക്കോരി വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം, അപ്പം നന്നായിട്ട് പൊങ്ങി വരും. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നല്ല ക്രിസ്പിയാണ് വരുന്നത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരെണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ.